ചാനൽ. അപ്പോൾ ഞാൻ കുറേ നാളായി ലോങ് വീഡിയോസ് ഇട്ടിട്ട് ഞാൻ ഷോർട്സ് ഇടാറുണ്ട്. പക്ഷെ ഞാൻ കുറേ നാളെങ്കിൽ ലാസ്റ്റ് ഞാനിട്ട് വ്ളോഗ് ഒരു മിനി വ്ളോഗാണ് ഏറ്റുകൂടാൻ പോയത്. അത് ലോങ് എന്ന് പറയാനൊന്നും പറ്റില്ല, 1 മിനിറ്റ് 1.5 മിനിറ്റ് എങ്ങോട്ടുള്ളത്. കുറേ നാളായി ഞാൻ വ്ളോഗ്സൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും ഞാൻ ട്രിപ്പ് പോവാണ്, ഒരു ഫാമിലി ട്രിപ്പാണ്, 1 ഡേ ട്രിപ്പാണ് പോണത്, മൂന്നാറാണ് പോണത്. അപ്പോൾ എന്തായാലും വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു, കാരണം കുറേ നാളായല്ലോ വ്ളോഗ്സൊക്കെ ഇട്ടിട്ട്. അപ്പം അങ്ങനെ ഇപ്പം ടൈം 5:15. അപ്പോൾ ആലുവയിലാണ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ആലുവയ്ക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ആലുവയിൽ നിന്ന് അവിടേക്കുള്ളത് ഞങ്ങൾ ട്രാൻസ്പോർട്ട് ബസ്, ജംഗിൾ സഫാരിയാണ് പോകുന്നത്, ട്രാൻസ്പോർട്ട് ബസ്സിലാണ്. അങ്ങനെ ബാക്കി ശേഷമൊക്കെ നമുക്ക് അവിടെ ചെന്നിട്ട് ചെയ്യാം. ഓക്കെ, ഞാൻ ബസ്സിൽ കയറി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലേക്കാണ് പോണത്. ഞങ്ങളിത് ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അതെ, ഞങ്ങൾ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കണ്ടോ വ്ളോഗ് ലംഘിച്ചിൽ 5000 രൂപ പിഴ. ഇന്ന് സൺഡേ ഉണ്ട്, കുറേ ആൾക്കാരുണ്ട്. ആൾക്കാരെ ഇഷ്ടം പോലെ ഉണ്ട്, തിരക്കാണ് ഇവിടെ, വഴി മൊത്തം ആൾക്കാരാണ്. വെള്ളത്തില് ഞങ്ങളിതിവിടെ ഫിഷ് സ്പാ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫിഷ് മസാജാണ്. തൂക്കുവാലിൻ്റെ അടിയിൽ വെള്ളത്തിൽ നിറച്ച് മീനുകളാണ്. അപ്പം ഞങ്ങളിത് ഇവിടെ എല്ലാവരും പേടിച്ച ആൾക്കാർ, 40 ആൾക്കാർ കൂടുതലുണ്ട്. ഇപ്പം എല്ലാവരും പേടിച്ചാണ് നടക്കണത്. പാലൊക്കെ ആടി തുടങ്ങി. അതെ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കണ്ടോ, 40 ആൾക്കാർ മേളിലുണ്ട്. ഇന്ന് സൺഡേ ഉണ്ട്, നല്ലോണം തിരക്കുണ്ട്. അപ്പോൾ ഇതേ നമ്മുടെ തൂക്കുപാലത്തിൻ്റെ അടുത്തൊരു ചെറിയൊരു പെരിയാറ് പോലൊരു സംഭവം ഉണ്ട്. അവിടെ ഒരു ബോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അതേ ഞങ്ങൾ 5 പേരുണ്ട്. ഇതിൽ 5 പേരെ ആകെ പറ്റുള്ളൂ, അതിന് കൂടുതൽ പറ്റില്ല. പിന്നെ ഉള്ളത് 3 പേരുടെയാണ്. അപ്പോൾ ഞങ്ങൾ 5 പേരുണ്ടായതുകൊണ്ട് ഞങ്ങൾ അതിൽ കയറി. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ടൈമിൻ്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് ശരിക്കും 1/2 മണിക്കൂർ നേരത്തേക്ക് 400 രൂപയാണ് 5 പേർക്ക്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് ഇരുന്നുള്ളൂ, കാരണം ബാക്കി ആരും അങ്ങനെ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ 5 മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിൽ. അത് കാരണം ബാക്കിയുള്ളവരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ ആകെ 15 മിനിറ്റ് ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അടിപൊളിയായിരുന്നു. നമ്മുടെ അടുത്ത സ്പോട്ട് എന്ന് പറയുന്നത് മാമലക്കണ്ടം സ്കൂളാണ്. കുറേ പേരായിട്ടുണ്ടാവും സ്ഥലം, അത് അടിപൊളിയാണ്. ഞങ്ങളിത് അന്താക്ഷരി കളിക്കുകയാണ്. ലാസ്റ്റ് പറയുള്ളൂ. ചന്ദ്രകാന്തം മാമല കണ്ട സ്കൂളിൽ
അപ്പോൾ ഇതേ ഗൈസ് നമ്മൾ മാമലക്കണ്ണ സ്കൂളിലെത്തി. ഇവിടെ നല്ല തിരക്കുണ്ട്, കുറേ ആൾക്കാരുണ്ട്. സൺഡേ ഉണ്ട്, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെയൊക്കെ. ഒരരുവിയിൽ കുളിക്കാനല്ല, വെറുതെ കാലും കയ്യൊക്കെ കയറാൻ പോകും. ഉച്ചയ്ക്ക് ചൂടെടുത്ത് തളർന്ന് വല്ലാണ്ടായി. ഞാൻ കുളിക്കാനൊക്കെ പറ്റിയ സ്ഥലമുണ്ട്, മാങ്കുളം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം. അപ്പോൾ അവിടെ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ലഞ്ച് കഴിക്കുന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോകാം. അപ്പോൾ ഇത് നമ്മൾ ലഞ്ച് കഴിച്ച് കഴിഞ്ഞത് വെള്ളത്തിലേക്ക് ഇറങ്ങി. ഇത് മാങ്കുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. നല്ല കുറച്ച് വെള്ളമേ ഉള്ളൂ, അത്ര തണുപ്പൊന്നുമില്ല. എന്നാലും നമ്മൾ ഈ ചൂടിന് വന്ന് ഇവിടെ കിടക്കുമ്പോൾ ഒരു നല്ല സുഖമുണ്ട്. അത്യാവശ്യം നല്ലായിരുന്നു, അത്ര ആഴമൊന്നുമില്ല. എന്നാൽ നല്ല രസമുണ്ട് അവിടെ ഇരിക്കാൻ എല്ലാത്തിനും. കല്ലായതുകൊണ്ട് അത്യാവശ്യം വഴുക്കലൊക്കെ ഉണ്ടായിരുന്നു. കല്ലിന് മണലാണ് താഴെ, പക്ഷെ അതിന് മുകളിൽ കല്ലൊക്കെ ഉണ്ട്, ഭയങ്കര വലിയ കല്ലുകളൊക്കെ ഉണ്ട്. നമ്മൾ കല്ലുമ്മ ഗിരിയും കുറച്ച് ഇത്തിരി വഴുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ വീഴോ എന്നുള്ളൊരു പേടിയോട് കൂടി നടക്കണം. ഞങ്ങളിത് ആനക്കുളം, അടുത്ത സ്ഥലം ഞങ്ങൾ ആനക്കുളത്ത് വന്നേക്കാണ്. ആനക്കുളം. പക്ഷെ ആന ഇതുവരെയായിട്ട് ഇറങ്ങിയിട്ടില്ല ഗൈസ്. കുളം എന്ന് പറഞ്ഞപ്പോൾ കുളം കണ്ടു, ഞങ്ങൾ ആനയൊന്നും കണ്ടിട്ടില്ല കേട്ടോ. അടുത്തുള്ള കടക്കാർ പറഞ്ഞാൽ ആന പറഞ്ഞ ടൈം ആയി എന്നാണ്. പക്ഷെ ഇപ്പോൾ ഒരു കുട്ടിയാനയും കൂടി ഉള്ളതുകൊണ്ട് അവർ ആൾക്കാർ കൂടുതലുള്ളപ്പോൾ പിന്നെ കുട്ടിയാനെ സേഫാക്കിയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ കൂട്ട് നിൽക്കണോണ്ട് കുറച്ച് ഒരു 6 മണിക്ക് മുമ്പായിട്ട് വരുള്ളൂ എന്നാണ് അവർ പറയുന്നത്. എല്ലാ ദിവസവും വരാറുണ്ട് വെള്ളം കുടിക്കാൻ 4 മണി തൊട്ട് 6 മണിയുള്ള ടൈമിൽ. പക്ഷെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഗൈസ്. ഞങ്ങളുടെ ലക്ഷ്മി എസ്റ്റേറ്റ് എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മളുടെ ലക്ഷ്മി എസ്റ്റേറ്റിലേക്ക് പോവാണ്. ടീ ഫാക്ടറി വിസിറ്റ് ചെയ്യാൻ പോകണം. അപ്പം ഞങ്ങളിത് ലക്ഷ്മി എസ്റ്റേറ്റിലെത്തി. ഇപ്പം അത്രയും സമയം ഒരു 5 മണിക്ക് ഏകദേശം കഴിഞ്ഞു. നല്ല രസമുണ്ട് കോഴിക്കോടൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നിറച്ച് പച്ചപ്പും വെയിലത്തോട്ടൊക്കെ കണ്ട് നല്ല രസമുണ്ട് ഇപ്പോൾ പോകാൻ വേണ്ടി. നമ്മൾ എന്താ പറയുക, ട്രാൻസ്പോർട്ട് ബസ്സിലാണ് പോകണമെങ്കിലും അതിൻ്റെ ട്രാൻസ്പോർട്ട് ബസ് ആണെന്നുള്ളൊരു ചിന്ത നമുക്ക് തോന്നുന്നില്ല. ടൂറിസ്റ്റ് ബസ്സിൽ പോണ പോലെ തന്നെയാണ് ഇത് പോണ വൈകി. ഞങ്ങൾ ടീ പ്ലാന്റേഷൻ തന്നെ എസ്റ്റേറ്റിലേക്ക് കയറി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അമ്മായി അവിടെ നിന്നിട്ട് സ്നാപ്പ് എന്നൊക്കെ പറയും. ഉണ്ടോ കളിച്ചെടിക്കും. എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും പറഞ്ഞു നമുക്കൊരു ഫോട്ടോയോ വീഡിയോ ഒക്കെ എടുക്കാം അവിടെ വന്നിട്ട്. അപ്പോൾ നമ്മളൊരു ചേട്ടനെ കൊണ്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുപ്പിച്ചു. എല്ലാവരും കൂടി നിൽക്കണത് ബാക്ക്ഗ്രൗണ്ട് നല്ല രസമുള്ളതുകൊണ്ട്. പിന്നെ മാത്രമല്ല നമ്മൾ കുറച്ച് ടൈം ലേറ്റായി. ആനക്കുളത്തിനോട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആനേനെ നോക്കി നമ്മൾ ഒരു 3/4 മണിക്കൂറോളം നിന്നു. അപ്പോൾ ആന വരുന്നില്ല എന്ന് കണ്ടപ്പോൾ നമ്മൾ പോരെ ചെയ്തേ. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരു അത്യാവശ്യം ഒരു 5:30-6 മണിക്കായി. അപ്പോഴേക്ക് ഇരുട്ടായി തുടങ്ങിയിരുന്നു. അപ്പോൾ ഫോട്ടോയ്ക്ക് വീഡിയോയ്ക്കൊക്കെ ഭയങ്കര ക്ലിയർ കുറവാണ്. നമ്മൾ അവിടെ നിന്ന് സമയം പോയത് അറിഞ്ഞില്ല. കാരണം നല്ലൊരു തണുപ്പ് വന്നു തുടങ്ങി, കോട ഇറങ്ങി തുടങ്ങിയ ടൈമായിരുന്നു. കാരണം 6 മണി കഴിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ലൈമറ്റ്, നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ടൈമിൽ. നമുക്കവിടെ നിന്ന് പോരാൻ തോന്നുന്നുണ്ടായില്ല. സമയം പോകണമെന്ന് പോലെ അറിഞ്ഞില്ല. 6:45 കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ 6:45 കഴിഞ്ഞു. അപ്പം ഞങ്ങളിത് ലക്ഷ്മി എസ്റ്റേറ്റിൽ നിന്ന് ഇറങ്ങി. നമ്മൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം. രാത്രി ഫുഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകും. നമ്മൾ മൂന്നാറിൽ നിന്ന് റിട്ടേൺ പോവാണ്. നേരെ ഫുഡ് കഴിക്കുക, പിരിയുക. കിടന്നുറങ്ങുക അത്ര തന്നെ അല്ലേ.
ഇത് നമ്മൾ ഓവറോൾ ട്രിപ്പിനെ പറ്റി എങ്ങനെയുണ്ടെന്നുള്ള റിവ്യൂ അറിയാണ് എല്ലാവരും. അപ്പം എല്ലാവരും ഉറങ്ങണതിന് മുമ്പ് അവർ ആ റിവ്യൂ ഒക്കെ എല്ലാവരെയും കൊണ്ട് പറയിപ്പിച്ചു. കാരണം ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീറ്റിട്ട് പറയുമ്പോൾ ഒരു ഉഷാർ ഉണ്ടാവില്ല. കാരണം നമ്മളിപ്പോൾ ഒരു എൻ്റെ എത്താറായി, കാരണം അടിമാലി കഴിഞ്ഞു, പിന്നെ എല്ലാവരും കിടന്നുള്ള ഉറക്കമായിരിക്കും, പിന്നെ ഫുഡ് കഴിക്കാൻ എണീക്കുള്ളൂ. അപ്പം എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായിട്ടൊരു ട്രാൻസ്പോർട്ട് ബസ്സിലൊരു ഇത് പോകണത്, ബസ്സിലൊരു ട്രിപ്പ് പോകണത് ഇത്രയും ലോങ്ങിൽ. സത്യം പറഞ്ഞാൽ നമുക്കൊരു ബസ്സിലാണ് പോകണമെന്നുള്ളൊരു തോന്നലുണ്ടായില്ല. കാരണം ചില വഴികളൊക്കെ വരുമ്പോൾ അത്യാവശ്യം കുടുക്കൊക്കെ ഉണ്ടാവും, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല. ട്രിപ്പാണെങ്കിൽ നല്ല അടിപൊളി ട്രിപ്പായിരുന്നു, ഭയങ്കര ഇഷ്ടമായി. ഞങ്ങൾ ഇപ്പോഴും വീട്ടിലെത്തിയിട്ടില്ല. സമയം എത്ര മണി? സമയം ഒരു 10:15 കഴിഞ്ഞ് 11 മണി ആറായി. ഞങ്ങൾ അടിമാലി വിട്ട് പോന്നിട്ടില്ല ഇപ്പോഴും. എന്താ ചെയ്യാ, സമയം കൃത്യതയില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ. എന്താ പറയാ, ഞങ്ങള് വീട്ടിലെത്തും പിന്നെ എന്തായാലും 1 മണിയൊക്കെ ആവും. അപ്പൊ ഞാനിവിടെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എപ്പം ഉണ്ടാവില്ല വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാനുള്ള. ഇപ്പൊ തന്നെ ഞാൻ തൂങ്ങി തുടങ്ങി. അപ്പോൾ ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി, വീഡിയോ ഇഷ്ടമായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ എല്ലാവർക്കും